ഒന്നും രണ്ടരതാ 30-ൽ കൂടുതൽ ഐറ്റംസ് ആയിട്ട് അൺലിമിറ്റഡ് ഇഫ്താർ ബഫറ്റ്. എത്രയും കഴിക്കാൻ അൺലിമിറ്റഡ്. അതെ, നമ്മുടെ മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും ബോർഡറായ കൂളിമാട് ഫുഡ് സിറ്റി ആയ കൂളിമാടാണ് ഈ ഒരു അൺലിമിറ്റഡ് ബഫെ ഒരുക്കുന്നത്. അൺലിമിറ്റഡ് ആണ്. ചിക്കനും ബീഫും മീനും ഒക്കെ ഉണ്ടാവും. എത്രയും കഴിക്കാം. അതെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൂളിമാടുള്ള സൈക്കാർ റെസ്റ്റോറന്റ് ആണ്. അല്ലാതെ ഈ ഒരു റേറ്റിംഗ് വെക്കുവോ? കിട്ടല്ല. സംഭവം കൂളിമാട് നിങ്ങൾക്ക് അറിയാലോ, ഒരു 1 year ആയിട്ട് ഒരു ഫുഡ് കോർട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാമമാണല്ലോ ഞങ്ങൾ നമ്മൾ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഫുഡ് നല്ലൊരു സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഒരു 1 year ആയതുകൊണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ എടുക്കുകയാണ്. പ്രോഫിറ്റ് നോക്കിയിട്ടല്ല, മീൻസ് നമുക്ക് കൊടുക്കുക. ഫാമിലി മീറ്റപ്പ് ആണെങ്കിലും ഫ്രണ്ട്സ് മീറ്റപ്പ് ആണെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്നാണെങ്കിലും കോളേജുകൾക്ക് ആണെങ്കിലും നോമ്പ് തുറക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു സ്ഥലത്ത്. നല്ല AC ഹാള്, ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് ഇഫ്താർ ബഫെ. ഏകദേശം 150-200 ആൾക്ക് ഇവിടെ സെറ്റ് ആവും. നോമ്പ് തുറക്കാനുള്ള കാരക്കും ഫ്രൂട്ട്സും 4 ടൈപ്പ് സ്നാക്സും പാൽവായ്ക്കും തരിക്കഞ്ഞും ജ്യൂസും ഒക്കെ ആയിട്ട് നോമ്പ് തുറന്ന ശേഷം നേരെ നമ്മുടെ മെയിൻ ഐറ്റംസിലേക്ക് പോവാ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബീഫും ഫിഷും ബിരിയാണി ഒക്കെ എടുക്കുന്നതിന്റെ ഇടയിൽ ഒരു കാര്യങ്ങൾ എന്തായാലും ഇവരുടെ സ്വന്തം ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള മധുഫൂൻ റൈസ്. എന്റെ റബ്ബേ, ഒരു വട്ടം കഴിച്ചാൽ വീണ്ടും വീണ്ടും. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ വന്ന ആളുകൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ബട്ടർ ചിക്കൻ ആയിക്കോട്ടെ, ഈ ബീഫ് ആയിക്കോട്ടെ, അൽഫാം ആയിക്കോട്ടെ, ഒക്കെ വേറെ വേറെ ലെവലാണ്. പിന്നെ ഇവരുടെ ബിരിയാണിയും ഈ ഒരു മധുഫൂനും. ആ മധുഫൂന് ഞങ്ങൾ വീട് ഡെസേർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അലീസ, കുനാഫ, ഡേസ്റ്റ് ക്രഞ്ച്, പാസ്ട്രി ഒക്കെ ഉണ്ടാവും. ഉപ്പിലിട്ടതിനായിട്ട് സെപ്പറേറ്റ് സെഷൻ തന്നെ ഉണ്ട്. ചായയും അൺലിമിറ്റഡ് അടിക്കുക. ഇത് കൂടാതെ പല പല റേറ്റിൽ ഇഫ്താർ കോംബോ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട്. നമ്മളെ കൂളിമാടിലാണ് ലൊക്കേഷൻ വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസും ബുക്ക് ചെയ്യാനൊക്കെ ഈ ഒരു കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ.